അപ്പം ഇപ്പം ഞാൻ വേറെ എവിടെയിട്ടും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ യൂണിഫോം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഡാൻസ് ക്ലാസ്സിനാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അമ്മ ഇങ്ങനെ നമ്മുടെ ഇവിടെ റോഡൊക്കെ ഇച്ചിരി ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും കുലുങ്ങുന്നത് കേട്ടോ. ഇതാണ് സംഭവം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നില്ല. അയ്യോ 9 മണിയാ 10 മണിയാവാറായിട്ട് 9:52 എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. വേറൊന്നുമില്ല, എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ചെറിയ ജലദോഷവും ചില പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടായിരുന്നു എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. അമ്മ കുറേ വിളിച്ചിട്ട് ഞാൻ എഴുന്നേറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഡോണറ്റ് എത്തിയിരിക്കുകയാണ്. എനിക്ക് ഡോണറ്റിൽ എത്താൻ വയ്യ. അമ്മ അടുത്ത് ഞാൻ ചോദിച്ചമ്മ എനിക്ക് ഡോണറ്റ് എഴുതി തരുമെന്ന്. അപ്പം അമ്മ പറഞ്ഞു ലേറ്റായിപ്പോയി, പിന്നെ എനിക്ക് എത്താൻ പറ്റത്തില്ലെന്ന്. പക്ഷെ അമ്മ എനിക്ക് ഡോണറ്റ് കെട്ടിത്തന്നിട്ടാ. ഇന്ന് അമ്മ വേറൊരു രീതിയിലാണ് എനിക്ക് ഡോണറ്റ് കെട്ടിത്തന്നത്. അത് നമ്മുടെ ലൈവ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ലൈവ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മത്സരം കണ്ടോ? 2 ബസ്സുകാർ മത്സരിക്കുക കണ്ടോ? ഫ്രണ്ട്സ്, നമ്മുടെ ലൈവ് ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണണം. ഇന്നലത്തെ ലൈവ് അല്ലേ? ഇന്നലത്തെ ലൈവ് ഞാൻ മുടി കെട്ടുന്നതൊട്ടുണ്ട് ലൈവില്. ഞാൻ മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അത് ഞാൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആൾക്കാർ വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പം മുടിയൊക്കെ കെട്ടി വെക്കാൻ പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേക്ക് ഞാൻ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അത് വേറെ ഡാൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ എന്താ പറയുക, ഫോട്ടോസ് വീഡിയോസ് അതൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അലൗഡ് അല്ലാന്ന് ആംബുലൻസ് ആംബുലൻസിന് കൈ കാണിക്കുന്നത് അയാള്. ആംബുലൻസിനോട് വെയിറ്റ് ചെയ്യാൻ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ലാന്ന് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ അവിടെ ഇരിക്കുന്നവര് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ ഓഡിയൻസിന് പ്രോഗ്രാം ശരിക്കും കാണാൻ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. സ്കൂളിൽ തന്നെ വീഡിയോസും ഫോട്ടോസും അവർ എടുക്കുന്നുണ്ട്. അപ്പം അവർ സെൻഡ് ചെയ്യുമായിരിക്കും. കുറച്ചൊക്കെ അമ്മ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നിരിക്കും. അത് നമുക്ക് വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. വൈകിട്ടല്ലേ? നമ്മൾ വൈകിട്ടത്തെ വേറൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഉച്ചത്തെ വരെ വ്ളോഗ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നത്തെ ബാക്കിയുള്ള വൈകിട്ട് തൊട്ട് രാത്രി നമുക്ക് 4 മണിക്ക് അവിടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് 4 മണിക്ക് അവിടെ നിൽക്കണം. ജുവല് ചിലപ്പോഴേ വരുള്ളൂ. കാരണം ജുവല് ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരില്ല. അവള് ലുലുമാളി. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ ആനുവൽ ഡേക്ക്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നവദ്വീപിൽ ചേർന്നിട്ട് ആനുവൽ ഡേക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, ഞാൻ നവദ്വീപിൽ ചേർന്നിട്ട് 5 വർഷമാവാറായി. 6 വർഷം പ്ലേ ക്ലാസ്സിൽ ചേർന്നതാണ്. 6 വർഷമാവാറായി. 6 വർഷത്തിൽ ഞാൻ ഒരു ആനുവൽ ഡേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പോയിട്ടില്ല. പിന്നെ LKG UKG പിന്നെ ഓൺലൈൻ ആയിരുന്നു. അതുകൊണ്ട് ആനുവൽ ഡേ 2 വർഷം ഇല്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ ഒന്നും നമ്മൾ പോയിട്ടില്ല. പിന്നെ 3rd സ്റ്റാൻഡേർഡിൽ ഞാൻ ആനുവൽ ഡേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. പാർട്ടിസിപ്പേറ്റ് അല്ല, ഞാൻ ചേരല്ല, ഞാൻ പോവുകയാണ്. ആനുവൽ ഡേക്ക് പോവുകയാണ്. അപ്പം എന്തായാലും ഞാൻ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇന്നലെ എന്നെ വിളിപ്പിച്ചു
വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ കുറച്ച് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് കിട്ടിയതൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് മീഡിയ സിറ്റിയിൽ നിന്ന് മണിമുത്തേൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അവർ സ്കൂളിൽ നിന്ന് എനിക്ക് തരുന്നുണ്ട്. ഇത് സെയിം തന്നെ അവരെനിക്ക് സ്കൂളിൽ നിന്ന് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്നെ ഇന്നലെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക്. അവിടെ 11 മണിക്ക് നിൽക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് പോയത്. അപ്പം ആ ടെക്സ്റ്റൈൽസിൻ്റെ ഷൂട്ട് കാരണം നമ്മൾ പെട്ടെന്ന് പോയി പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കുറേ കേൾക്കാനൊക്കെ പറ്റിയിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ എന്താ പറയാൻ വന്നത്, ഷൂട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണമായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് പരിപാടികളൊക്കെ കണ്ടു. അപ്പം നമ്മുടെ 4 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് പ്രോഗ്രാം ആനുവൽ ഡേയുടെ. 5 മണി നമുക്ക് 4 മണിക്ക് അവിടെ നിൽക്കേണ്ടതാണ്. 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും നമുക്ക് 4 മണിക്ക് അവിടെ നിൽക്കണം. അതാണ് കേട്ടോ, നമുക്ക് 4 മണിക്ക് അവിടെ നിൽക്കണം. അപ്പം ഞാൻ ഉച്ചക്കത്തെ വരെ ഒരു വ്ളോഗായിട്ട് എടുക്കുകയുള്ളൂ. ബാക്കി വ്ളോഗൊക്കെ നമുക്ക് പിന്നെ കാണും. പിന്നെ നമ്മൾ തുടർച്ചയെടുക്കുന്നതായിരിക്കും 4 മണി തൊട്ട്. ഭയങ്കര അപ്പോൾ നമ്മൾ 4 മണി തൊട്ട് 8 മണി വരത്തെ വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിലേക്ക് എടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്തായാലും ഏകദേശം ഈ കടവൂർ പാലം, അപ്പോൾ നമ്മളെന്തായാലും ഞാൻ എന്നെ നോക്കിയാൽ സംസാരിക്കുന്നത് ഇതിനകത്ത്, അത് ഞാൻ ഇങ്ങനെ പാലമൊക്കെ കടിച്ചു ഞാൻ അല്ലെങ്കിൽ ക്യാമറ നോക്കത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം എന്താ നമ്മൾ കടവൂർ നമുക്ക് ഫ്രൈഡ് റൈസ് വന്ന പിന്നെ നമുക്ക് എല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ കുക്ക് ചെയ്താലോ? അതെങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ കുക്ക് ചെയ്താലോ? എൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചാലോ? അല്ല, വീട്ടിൽ കുക്ക് കഴിച്ചാലോ? ഹോട്ടലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കണ്ട, അമ്മ ഉണ്ടാക്കണം. റെസ്റ്റ് എടുക്കുക, നമുക്ക് കൈയൊക്കെ വേദനയാ പറഞ്ഞില്ലേ, റെസ്റ്റ് എടുക്കുക. കുറച്ച് ദിവസമായി പുറത്ത് ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു സാധനമാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എവിടെ ചെന്നാലും ഫ്രൈഡ് റൈസ്. അവിടെ ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ മുഖം ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് വന്നാലും കഴിക്കില്ല. പിന്നെ ഞാൻ ഭയങ്കര മൂശാട്ടയാവും കഴിച്ചു. പിന്നെ ഞാൻ എടുത്ത് ഒരു താല്പര്യമില്ലാതെ കഴിക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടോന്ന് വെച്ച് പോകുമ്പോൾ പക്ഷേ അങ്ങനെ ഈ ഫുഡ് വേണം അങ്ങനെയൊന്നും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരിക്കും, ഇനി ഇവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ കാണു പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കും. ഫ്രൈഡ് റൈസ് അല്ലേ ഏത് ഫുഡാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്? ഫ്രണ്ട്സ്, ഞാൻ ഈ ഇടയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഫുള്ള് ചമ്മന്തി ചോറ് പിന്നെ മുട്ട വറുത്തത് അമ്മാമ്മ വാങ്ങിച്ചോണ്ട് വരാൻ കടയൊക്കെ മരണമായതുകൊണ്ട് ഫിഷ് ഒന്നും വാങ്ങിച്ചില്ല. എന്നാൽ മുട്ട വറുത്തതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ മുട്ട വറുത്തത് വെച്ചാണ് സജസ്റ്റ് ചെയ്തത്. എന്താ പറയുക, നമ്മൾ ചമ്മന്തി ചോറ് പിന്നെ മാളുമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ എൻ്റെ അമ്മാമ്മയുടെ സുജാമ്മയുടെ ചേച്ചിയാണ്, സ്വന്തം ചേച്ചിയാണ് മാളമ്മ. സുശീല എന്നാണ് കേട്ടോ പേര്. സുശീലല്ലേ? ക്യാരറ്റ്, നെല്ലിക്ക, നാരങ്ങ അടിപൊളിയായിരുന്നു. ഞാൻ അതും അച്ചാറും കൂട്ടിയാണ് ഇപ്പോഴും കഴിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാരങ്ങ അച്ചാറാണ് കേട്ടോ. ക്യാരറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമായില്ലെങ്കിലും നാരങ്ങ അടിപൊളിയായിരുന്നു കേട്ടോ. മാങ്ങയല്ലല്ലോ, നെല്ലിക്കയും കൊള്ളായിരുന്നു. പക്ഷെ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇലുമ്പിക്ക ഉപ്പിലിട്ട് കഴിക്കാൻ ഇഷ്ടം. ഇലുമ്പിക്കല്ല കഴിച്ച് മറ്റേ സാധനം ചാമ്പയ്ക്ക, മാങ്ങ, പച്ചമാങ്ങ. ചാമ്പയ്ക്ക ഉപ്പിലിട്ട എൻ്റെ പൊന്നെ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ മാങ്ങ, പച്ചമാങ്ങ. കോഴിക്കോട് ബീച്ചിലൊക്കെ പോയപ്പം ഒരു ദിവസം എന്താ പറയുക, ഇല്ലേ അമ്മ,
പച്ചമാങ്ങ. അവിടുത്തെ അശ്വൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം പോയായിരുന്നു. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മറ്റേ ചെറിയ കാടമുട്ട ഉണ്ടല്ലോ, ആ കാടമുട്ട മസാലയിലൊക്കെ മുക്കി പുഴുങ്ങിയത്, അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കോഴിക്കോട് ബീച്ചിലെ. ഒരു ദിവസം രജനി മാമിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം കോഴിക്കോട് പോയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണും. ഈ വീഡിയോ ചിലപ്പോൾ അമ്മ ഫുള്ളൊന്നും കാണില്ല, ചിലപ്പോൾ ചിലപ്പോഴൊക്കെ കാണുള്ളൂ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കടവൂർ പാലം എത്തി. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മയുടെ ഓട്ടോയിലൊരു സഞ്ചാരം ഫ്രണ്ട്സ്. രജനിയമ്മ ഓട്ടോ ഓടിക്കും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓട്ടോയിൽ നമ്മൾ അമ്മേ ചേച്ചിയുടെ വീട്ടിലൊക്കെ നമ്മളെ കൊണ്ടുപോയത് ഓട്ടോയിലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ബ്യൂട്ടി സ്പോട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്? ഞാൻ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, ഇല്ലെങ്കിൽ 18 വയസ്സിൽ ഞാൻ ഇവിടെ ഒരു കുത്തിടും, ടാറ്റു അടിക്കും. ഇവിടെ മാത്രം, ഇവിടെ കുത്ത് അമ്മ കുത്ത് മാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എവിടെയെങ്കിലും കുഴി കയറി ബ്യൂട്ടി സ്പോട്ട് വരല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ്. മാസം നിന്ന് ഓടിക്കും 10-3 ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ റോഡ് തിരക്കായി, കാരണം അവിടെ റോഡ് ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം ആ റോഡൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റോഡുകളൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ എത്തും. നമ്മൾ 10:04 കേട്ടോ. നമ്മളങ്ങനെ എന്നും ലേറ്റ് കമേഴ്സ് അല്ലല്ലോ, വല്ലപ്പോഴും ഒരു പ്രാവശ്യം 10:30 ആയിപ്പോയത് നമ്മുടെ കുഴപ്പമില്ല. റോഡിൽ നല്ല തിരക്കായിരുന്നു ഫ്രണ്ട്സ്. വിഷുവിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ കൊന്നപ്പൂ ഒക്കെ കിരിച്ച് നിൽക്കും. വിഷു സമയമാകുമ്പോൾ കൊന്നപ്പൂ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴാണ് ഈ ടൈം ആകുമ്പോൾ ഫുള്ള് പൂക്കും, എന്നിട്ട് അതങ്ങ് കഴിയും. കൊന്നപ്പൂ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ വാടാത്തൊരു സ്ഥലത്ത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വെക്കും? വാടിപ്പോകും. നമ്മൾ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇടയ്ക്ക് പുറത്തെടുക്കും പിന്നെ വെക്കും, ഇടയ്ക്ക് പുറത്തെടുക്കും വെക്കും, ഇടയ്ക്ക് പുറത്തെടുക്കും വെക്കും, ഇടയ്ക്ക് പുറത്തെടുക്കും വെക്കും, എടുത്ത് പുറത്ത്. അയ്യോ എന്തോ ഒരു ശബ്ദം. കാറിന്റെ കളർ നോക്കിക്കേ, ലാവെൻഡറോ? അത് ലാവെൻഡറോ ബ്ലൂ ഒന്നുമില്ല, വേറെ എന്തോ ഒരു കളർ. മിമ്മൂസിന് ഭയങ്കര കാർ ക്രേസ് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ. ഭയങ്കര ഇതാ കാറുകൾ നോക്കി നോക്കി. കാറുകൾ ഇങ്ങനെ നോക്കി നോക്കി പോകണം. രസം. ഒരു വൈറ്റ് കാറ് പോകുന്നുണ്ട്. എനിക്ക് ചില കാറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ അത് പുത്തൻ വണ്ടിയാന്ന് തോന്നുന്നേ. ഞാനും ജുവലും ഒക്കെ വിചാരിച്ചു എന്തിനാ പിന്നെ ഈ വണ്ടി എടുത്തേന്ന്. ഭയങ്കര ചെറിയ വണ്ടി, പുതിയ മോഡലാന്ന് തോന്നുന്നു. ഭയങ്കര ചെറിയ വണ്ടി, പുത്തനാന്ന് കാണുമ്പോഴേ അറിയും. ഭയങ്കര ചെറിയ വണ്ടിയെ ഒരു കുട്ടീനെ വിളിക്കാവുന്നയാ. ഭയങ്കര ചെറിയ വണ്ടി എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ വണ്ടി. നമ്മുടെ നാനോ വണ്ടി ഇല്ലേ, അതിൻ്റെ അത്രയും പോലും ഇല്ലത്. ഒരു ബ്ലാക്ക് കളർ ഒരു വണ്ടിയാണ്. അത് ഇത്രയേ ഉള്ളൂ, ഇവിടം തൊട്ട് ഇവിടം വരെ അത്രയേ ഉള്ളൂ. ഞാനും ജോലിയൊക്കെ വിചാരിച്ചു എന്തിനാ പിന്നെ ഈ വണ്ടി. അതിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ബാക്കിൽ 2 സീറ്റ്, ഫ്രണ്ടിൽ 2 സീറ്റ്, ബാക്കിൽ 2 സീറ്റ്. നമ്മൾ സാധാരണ ബാക്കിൽ 3-4 സീറ്റൊക്കെ ചില വണ്ടികൾക്ക് കാണും. ചില 7 സീറ്റർ വണ്ടികളുണ്ട്. പക്ഷെ നമ്മുടെ മറ്റേ 1, 2, 3, 4, 5 സീറ്ററാണ്. അപ്പോൾ ചില 7 സീറ്ററിലും ഒരു അവിടെ ബാക്കിൽ 2 ഫ്രണ്ടിൽ 2 അത്രയേ ഉള്ളൂ. ഒരു താറ് പോലത്തെ വണ്ടിയാണ്. താറിന് മോഡലൊന്നും ഇല്ലെങ്കിലും മറ്റേ നാനോ പോലത്തെ ഒരു വണ്ടിയാണ്. നാനോയുടെ മോഡലാണ്. താറില്ലേ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഈ സീറ്റ് മാറ്റിയിട്ട് ബാക്കി കയറുന്ന ആ മോഡലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ലോ ബാറ്ററി ആയിട്ടുണ്ട് 20%. ഞാൻ 30% ആയപ്പോൾ പറയാൻ സംസാരിച്ചു തുടങ്ങിയതാണ്. സിന്ധു കൃഷ്ണ ആന്റിയുടെ ഫാനാ.
ഞാൻ എപ്പോഴും നമ്മുടെ ഇങ്ങനെ വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആൻറ്റിയുടെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. വീട്ടിലെ വിശേഷങ്ങൾ പറയുന്ന വീട്ടിലെ വീഡിയോ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മ ആ ആൻറ്റി പറയുന്ന കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ബോറടിക്കത്തില്ല. ആൻറ്റി പറയുന്ന കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് ബോറേ അടിക്കത്തില്ല. വീട്ടിൽ തന്നെ 2 തവണ വീഡിയോ കാണുമെന്ന് തോന്നുന്നു. വാവ ഒരു തവണ, വിമ ഒരു തവണ. ഞാനും വാവ ഒരു തവണ. ഞാൻ കാണുമ്പോൾ വാവയും കാണും, വാവ കാണുമ്പോൾ ഞാനും കാണും ഗൈസ്. അത് നമുക്ക് എത്ര കണ്ടാലും ബോറടിക്കത്തില്ല ആൻറ്റിയുടെ വീഡിയോസ്. ഞങ്ങളുടെ കൈ കുറേ സ്റ്റാറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ തുടയ്ക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി എന്തായാലും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.